വലപ്പാട് ഗ്രാമപഞ്ചായത്തിന്റെ 2026-27 വർഷത്തെ ബജറ്റ് അവതരിപ്പിച്ചു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി.കെ. മോഹനൻ മാഷിന്റെ അധ്യക്ഷതയിൽ ചേർന്ന പ്രത്യേക ബജറ്റ് യോഗത്തിൽ വൈസ് പ്രസിഡന്റ് ഗേളി ഷാജി ബജറ്റ് അവതരിപ്പിച്ചു. ബജറ്റിൽ പഞ്ചായത്തിന്റെ മുഖ്യ ലക്ഷ്യങ്ങളായ ലൈഫ് ഭവന പദ്ധതിക്കായി 3 കോടിയും, മാലിന്യ നിർമ്മാർജ്ജനത്തിന് 1 കോടിയും, റോഡ് സുരക്ഷയ്ക്കായി 4.3 കോടിയും, സൗരോർജ്ജ പദ്ധതിക്കായി 1 കോടി രൂപയും വകയിരുത്തിയിട്ടുണ്ട്. കൂടാതെ സമഗ്ര കുടിവെള്ള പദ്ധതിക്കായി 1 കോടി രൂപയും, കാർഷിക മേഖലയ്ക്കായി 3.5 കോടിയും, സേവന മേഖലയ്ക്ക് 2.5 കോടിയും, പശ്ചാത്തല മേഖലയ്ക്ക് 6.5 കോടി രൂപയും, പട്ടികജാതി വികസനത്തിന് 1.7 കോടി രൂപയും ബജറ്റിൽ വകയിരുത്തിയിട്ടുണ്ട്. 50 കോടി രൂപ പ്രതീക്ഷിത വരവും 43.91 കോടി രൂപ പ്രതീക്ഷിത ചിലവും കഴിച്ച് 6.08 കോടി രൂപ മിച്ചം വരുന്ന ബജറ്റാണ് അവതരിപ്പിച്ചത്. പഞ്ചായത്തിന്റെ സമഗ്ര വികസനം ഈ ഭരണസമിതിയുടെ കാലാവധിക്കുള്ളിൽ കൈവരിക്കുന്നതിന് സാധ്യമാകുന്ന തരത്തിൽ സമസ്ത മേഖലകളെയും പരിഗണിച്ചുകൊണ്ടുള്ള ബജറ്റാണ് അവതരിപ്പിച്ചത് എന്ന് പ്രസിഡന്റ് മോഹനൻ മാസ്റ്റർ അഭിപ്രായപ്പെട്ടു. യോഗത്തിൽ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ അജിത്ത് PS, രശ്മി ഷിജോ, സുമേഷ് പാനാട്ടിൽ, ജനപ്രതിനിധികൾ, പഞ്ചായത്ത് സെക്രട്ടറി ബിന്ദു IS, അസിസ്റ്റന്റ് സെക്രട്ടറി വേണുഗോപാലൻ TS തുടങ്ങി വിവിധ നിർവഹണ ഉദ്യോഗസ്ഥർ എന്നിവർ പങ്കെടുത്തു. നിയമം നമ്മുടെ കേരളത്തിൽ നടപ്പാക്കണമെന്ന ശക്തമായ വാദം അല്ലെങ്കിൽ അതിനുള്ള ശുപാർശ മുന്നോട്ട് വെച്ചത്. ആ ശുപാർശയിൽ കേരളത്തിന്റെ റവന്യൂ വരുമാനത്തിന്റെ മുഴുവൻ റവന്യൂ വരുമാനവും പഞ്ചായത്തുകൾക്ക് കൊടുക്കണം, അങ്ങനെ സർക്കാരിന്റെ ഒരു ഏജൻസിയെ കൊണ്ട് ഗ്രാമപഞ്ചായത്തുകളെ ശക്തിപ്പെടുത്തണമെന്നുള്ള അതിഗംഭീരമായിട്ടുള്ള ഒരു നിർദ്ദേശമാണ് EM ശങ്കരൻ നമ്പൂതിരിപ്പാട് എന്ന് പറഞ്ഞ കേരളത്തിലെ മുഖ്യമന്ത്രി അധ്യക്ഷനായിട്ടുള്ള ഭരണപരിഷ്കാര കമ്മീഷൻ മുന്നോട്ട് വെച്ച ഏറ്റവും സുപ്രധാന നിർദ്ദേശം. 6500 പേർക്ക് ക്ഷേമ പെൻഷൻ നൽകിക്കൊണ്ടിരിക്കുന്നു. 250 പേർക്ക് വീടും 1771 പേർക്ക് സ്ത്രീ സുരക്ഷാ പെൻഷൻ നൽകാൻ കഴിഞ്ഞു. കുടിവെള്ള പ്രശ്നം പരിഹരിക്കുക, മാലിന്യം ഗ്രാമത്തിനായുള്ള തൊഴിലുറപ്പുകൾ നടത്തുക, പഞ്ചായത്ത് പൂർത്തീകരിക്കുക, പാർപ്പിട പ്രശ്നങ്ങൾ പരിഹരിക്കുക, ദാരിദ്ര്യ നിർമ്മാർജ്ജനത്തിന്റെ അടുത്ത ഘട്ടം പൂർത്തീകരിക്കുക, എല്ലാവർക്കും തൊഴിൽ ലഭ്യമാക്കുക, ആരോഗ്യ കേന്ദ്രങ്ങളുടെയും വിദ്യാലയങ്ങളുടെയും ഭൗതിക സൗകര്യങ്ങൾ മെച്ചപ്പെടുത്തുക, സ്ത്രീ ശാക്തീകരണത്തിന് നല്ല പരിഗണനയും കൊടുക്കുന്നു. നമ്മുടെ പഞ്ചായത്തിന്റെ വിഭവങ്ങളും സംസ്ഥാന സർക്കാരിന്റെ വിഹിതവും CFT ഫണ്ട്, CSR ഫണ്ടുകളും MLA MP ഫണ്ടുകളും പരമാവധി പ്രയോജനപ്പെടുത്തി ജനകീയമായും ഭരണ സംവിധാനത്തിലൂടെയും വികസനം എല്ലാ വീടുകളിലും എത്തിക്കുക എന്നതാണ് ഈ ഭരണസമിതിയുടെ ലക്ഷ്യം. എല്ലാവരുടെയും സഹകരണവും നിർദ്ദേശങ്ങളും ഈ ബഡ്ജറ്റ്